നമസ്കാരം. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അർബുദം ബാധിച്ച് ചികിത്സയിൽ കഴിയുന്ന രേണുസുതിയെ നീചമായ കമന്റുകൾ ആക്ഷേപിക്കുന്നവരെ കണക്കിന് വിമർശിച്ച് സീരിയൽ താരം സരിത ബാലകൃഷ്ണൻ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. ഒരു രോഗം വന്നാൽ അത് എങ്ങനെ ഒരു വ്യക്തിയുടെ പഴയ ജീവിതത്തിന്റെ ബാക്കി പത്രവും ദൈവം കൊടുത്തിരുന്ന ശിക്ഷയുമാണെന്ന് സരിത ചോദിക്കുന്നു. രേണുവിന് അസുഖം വന്നതിലുള്ള സന്തോഷിക്കുന്ന ഒരു വിഭാഗം സോഷ്യൽ മീഡിയയിലെ ആളുകളെ കുറിച്ചും താരം കുറിക്കുകയാണ്. രേണുസുതിയുടെ ക്യാൻസറിനേക്കാൾ മാരകമായ കമന്റുകൾക്കുള്ള പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ ഒരു താരം പുതിയ സാഹചര്യത്തിൽ പുതിയ സദാചാര ടീമിലും ജനിച്ചിട്ടുണ്ട്. ഒരാൾക്ക് രോഗം വന്നാൽ അത് അവരുടെ പഴയ ജീവിതത്തിന്റെ ബാക്കി പത്രമാണെന്നും ദൈവം കൊടുത്ത ശിക്ഷയാണെന്നും വിശദീകരിക്കുന്ന വിദഗ്ധന്മാർ രേണുസുതിയുടെ കാര്യത്തിൽ ഇപ്പോൾ കണ്ടിട്ടുണ്ടാകും മറ്റൊന്നുമല്ല. രേണുവിന്റെ രോഗവിവരത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ ചില കമന്റ് ബോക്സുകളിൽ കണ്ട പ്രധാന വിവാദവും വാദവും ഇങ്ങനെയായിരുന്നു: അവൾ അങ്ങനെയൊക്കെ നടന്നതിന് ദൈവം കൊടുത്ത ശിക്ഷയാണ് ഈ ക്യാൻസർ എന്നതായിരുന്നു. എന്തൊരു വിരോധാഭാസമാണിത്! ഒരു സ്ത്രീയുടെ വസ്ത്രധാരണയോ ജീവിതത്തെയോ സൗഹൃദങ്ങളെയോ മുൻനിർത്തി ഒരാളുടെ വേദനയെ ദൈവിക ശിക്ഷയാണെന്ന് വിളിക്കാൻ ഇവർക്ക് ആർക്കാണ് അധികാരം കൊടുത്തത്? ക്യാൻസർ എന്നത് കോശങ്ങളുടെ ക്രമേണ ഉണ്ടായ വളർച്ചയിലുണ്ടായ പ്രശ്നങ്ങളെല്ലാം തന്നെയാണ്. അതെല്ലാം തന്നെ ദൈവികമായി തന്നെ ഇത്തരത്തിലുള്ള ശിക്ഷയായി കൊടുക്കുന്നത് എന്തിനാണ് ആളുകൾ പറയുന്നത്? രേണുസുതി എന്ന സ്ത്രീ തന്റെ രോഗാവസ്ഥ തുറന്നു പറഞ്ഞപ്പോൾ മുതൽ തുടങ്ങിയതാണ് ഇവിടത്തെ സെൽഫായിട്ടുള്ള ആളുകളുടെ ഒരുപാട് വിമർശനം. ക്യാൻസർ വന്നാൽ ഒരു മനുഷ്യൻ എപ്പോഴും കറുത്ത വസ്ത്രം ധരിച്ച് തലയിൽ തുണികെട്ടി മരുന്നിന്റെ ഗന്ധവും പേരി മുറിയിലിരുന്ന് കരയണം എന്നത് ഇക്കൂട്ടരുടെ ഒരുപാട് വിചാരം തന്നെയാണ്. അല്ലാതെ ഒന്ന് മേക്കപ്പ് ഇട്ട് മുടിവെട്ടി ജീവിതത്തിൽ തിരികെ വരാൻ റീൽസ് ചെയ്താലോ ഉടനെ വരും വിധി എന്നത് നാടകമാണെന്ന് പറഞ്ഞ് ഇവർക്കൊന്നും തന്നെ ബുദ്ധിയില്ലേ? വെറും ഷോയാണ് ഇവരൊക്കെ. വേദനയുടെ അളവുകൾ എന്താണെന്ന് ഇവർ ഒന്നും തന്നെ അറിഞ്ഞിട്ടുണ്ടാകില്ല. അതുകൊണ്ടായിരിക്കും ഇത്തരത്തിലുള്ള സംസാരങ്ങളെല്ലാം ഇവരുടെ ഭാഗത്തു നിന്ന് വരുന്നതും. ഒരാളുടെ വേദന കണ്ട് ആനന്ദിക്കുന്ന ആ വേദനയിൽ തങ്ങളുടെ പകുതിരിക്കുന്ന ഈ ഡിജിറ്റൽ മീഡിയയ്ക്ക് ശരിക്കും ആരാണ് ഇത്രയും അധികാരം കൊടുത്തത്? മരുന്നിന് വകയില്ലാതെ ബുദ്ധിമുട്ടുമ്പോഴും ശരീരത്തിലെ വേദനയിൽ മുളകം കൊഴിയുമ്പോഴും അതിനെക്കുറിച്ച് പരിഹസിക്കുന്നവർക്ക് മനുഷ്യത്വത്തിന്റെ കണക്ക് പോലും ബാക്കിയുണ്ടോ? ബാക്കിയുള്ളവരുടെ ദുരന്തത്തിലും സന്തോഷിക്കും കണ്ടെത്തുക എന്നത് ശാരീരികമായ അസുഖങ്ങളെക്കാൾ വലിയൊരു മാനസിക വൈകല്യം തന്നെയാണ് എന്ന് തന്നെയാണ് താരം കുറിച്ചിരിക്കുന്നത്. പ്രമുഖ സോഷ്യൽ മീഡിയയിലെ പ്രമുഖ ആളുകളെല്ലാം തന്നെ രേണുസുതിയെ സപ്പോർട്ട് ചെയ്തും രംഗത്ത് വരുന്നുണ്ടും അതേപോലെ വിമർശിച്ചും രംഗത്ത് വരുന്നുണ്ട്. നിങ്ങൾക്ക് രേണുസുതിയെ ഇഷ്ടമാണെന്ന കാര്യം വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്ത് പറയുക. വാർത്തകളും വിശേഷവും എത്രയും പെട്ടെന്ന് അറിയാൻ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ്.